എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം. എന്താണ് വിശ്വാസം എന്നുള്ളത്? വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നവരുടെ അല്ലെങ്കിൽ വിശ്വസിച്ചവരുടെ ചില എക്സാമ്പിൾസ് ഞാൻ കേട്ടു. നമുക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടാവണം, കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും സാധിക്കും. അല്ലെങ്കിൽ ഈ മലയോട് നീങ്ങി മാറിപ്പോകുക എന്ന് പറഞ്ഞ അപ്രകാരം സംഭവിക്കുന്ന തിരുവചനം അതൊക്കെ നാം രാവിലെ കേട്ടതാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, നാം ഇത്രയൊക്കെ കേട്ടിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ ദിവസവും നാം കേൾക്കുന്നുണ്ടെങ്കിലും നമുക്ക് എത്ര പേർക്ക് യഥാർത്ഥമായ വിശ്വാസമുണ്ട്? ഈ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോഴും പലപ്പോഴും പല പ്രതിസന്ധികളുടെ നടുവിലും അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറില്ലേ? അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പലപ്പോഴും നാം ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? നമ്മുടെ കഴിഞ്ഞ കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തികൾ പോലും പലപ്പോഴും പല വിഷയങ്ങളുടെ മുഖത്ത് അവിശ്വാസം കടന്നു വന്നിട്ടാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമോ എന്ന് ചോദിച്ച സന്ദർഭങ്ങളിലേക്ക് പറയുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്താ വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പ്. നമുക്കൊരു ആശയുണ്ട്, അല്ലെങ്കിൽ എന്താ ആശ? അത് ഞാൻ പുറകെ പറഞ്ഞു വരാം. എന്താണ് നമ്മുടെ ആശ എന്നുള്ളത്? അതിന് ഉദാഹരണം പറയാം. അതെ, 10:30 നമ്മുടെ ഇവിടെ ആരാധന തുടങ്ങുന്നു. നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, 10:30 അവിടെ ആരാധന തുടങ്ങും. അതൊരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ വരുന്നത്. അവിടെ നിന്ന് നമ്മൾ TV കാണുമ്പോൾ നമ്മൾ കാണുന്നില്ല ഇവിടെ ആരാധന നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ നമ്മളിവിടെ കടന്നു വന്നു, നമ്മൾ ആരാധിക്കുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം? ദൈവസേനയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കും എന്നൊരു വിശ്വാസത്തോടെ നാം ഇവിടെ കടന്നു വന്നാൽ തീർച്ചയായും നാം അത് പ്രാപിക്കും. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതിന് ഉദാഹരണം ഞാൻ പറയാം. നാം പലപ്പോഴും പല ഗെയിംസുകൾ കളിക്കാറുള്ളതാണ്, അല്ലെങ്കിൽ സ്പോർട്സ് കളിക്കാറുള്ളതാണ്. എന്തിനാ കളിക്കുന്നത്? കളിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. എന്താ? നമുക്ക് ഫസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു റേസ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ്, അല്ലെങ്കിൽ ഒരു ടൂർണമെന്റ് നമ്മൾ കളിക്കുമ്പോൾ എന്തിനാ കളിക്കുന്നത്? കളിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, അവരെല്ലാവരെക്കാളും അല്ലെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഓടിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ നേടും എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം ഇല്ല എങ്കിൽ നാം ഓടുന്ന ഓട്ടവും നമ്മുടെ കോൺഫിഡൻസും മാറിപ്പോകും. നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അബ്രഹാം മുതൽ, അല്ലെങ്കിൽ ഹാനോക്ക് മുതൽ, കയീനും ഹാബേലും മുതൽ ഇങ്ങനെ കടന്നു വന്ന ഓരോ വിശ്വാസ വീരന്മാരുടെയും പട്ടിക, അല്ലെങ്കിൽ അവർ എങ്ങനെ വിശ്വസിച്ചു, അവർ വിശ്വാസത്തിൽ എങ്ങനെ നേടി എന്ന് അവിടെ പറയുമ്പോൾ ചില വ്യക്തികളെ പറ്റി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്നത് നമ്മളെ അറിയുന്നത് എങ്ങനെയാണ്? വിശ്വാസികളാണ് നമ്മളെ അറിയുന്നത്, അല്ലേ? നാം ഓരോരുത്തരും പെന്തക്കോസ്തുകാർ എന്ന് അറിയുന്നതിലുപരി നമ്മളെ അറിയുന്നത് വിശ്വാസികളാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ അറപ്പായിട്ടുള്ളൊരു സന്ദർഭങ്ങളുണ്ടായിരുന്നു, സമയങ്ങളുണ്ടായിരുന്നു. വിശ്വാസികൾ എന്താ? അവരെ മാത്രമേ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു സമുദായത്തിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്നെ വിശ്വാസി എന്ന് വിളിച്ചുകൂടാ. ഹല്ലേലൂയ. മറ്റ് സമുദായങ്ങളിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് വിശ്വാസി എന്ന് വിളിച്ചുകൂടാ? ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം അധികം പ്രസംഗിക്കുന്നതും വിശ്വാസം അധികം തീക്ഷണത കാണിക്കുന്നതും ആയത് നമ്മളാണ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ വിശ്വാസികൾ എന്ന് പേര് വന്നത്. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അബ്രഹാം എന്ന വ്യക്തിയാണ്. നാം ശിഷ്യസൃഷ്ടി കൂടെ കേട്ടു. പത്രോസ് കടലിൽ കൂടെ നടക്കുവാൻ ശ്രമിച്ചപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അവൻ ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നു. യെസ്, എനിക്ക് യേശുവിന്റെ അടുത്ത് വരാം. എന്നാൽ ആ കടലും അതിന്റെ ഓളവും കണ്ടപ്പോൾ പത്രോസ് ഭാരപ്പെട്ടു. അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് അവിശ്വാസം അവന്റെ ഉള്ളിൽ കടന്നു കയറിയപ്പോൾ അവൻ താഴുവാനിടയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം പലതും നാം മുമ്പിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പക്ഷെ നാം ചിന്തിച്ചേക്കാം നമുക്കത് സാധിക്കുമായിരിക്കും. എന്നാൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ, അല്ലെങ്കിൽ ചില പ്രതീക്ഷകൾ അറ്റുപോകുന്ന സമയത്ത് നാം ചിന്തിക്കും, ഇനി അത് നടക്കില്ല. എന്താണ്? നിന്റെ വിശ്വാസം കൈവെടിയരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒറ്റ വ്യക്തിയെ ഞാൻ ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ചെയ്തൊരു കാര്യം. എന്താ ചെയ്തേ? തന്റെ മകനെ യാഗം അർപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. സത്യത്തിൽ അർപ്പിച്ചു. ചിന്തിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഊസ് എന്ന ദേശത്ത് ഹല്ലേലൂയ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഉപജീവനം കഴിച്ചു പോകുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം.
എന്നാൽ കർത്താവായ ദൈവം അബ്രഹാമിനെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എതിർത്ത് പറഞ്ഞോ? ഇല്ല. നമുക്ക് ഏവർക്കും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ട് അല്ലേ? നാം വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ നമ്മുടെ മാപ്പിൽ നാം വിട്ടത് എവിടെയാണ്? ഗ്രീൻ ലീഫ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ തിരിച്ച് നാം ലൊക്കേഷൻ ഇടുന്നത് എവിടെയാ? ഒന്ന് നമ്മുടെ വീട്, അല്ലെങ്കിൽ ബെൽക്കോൺ ആൻഡ് മാള്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏവർക്കും ഒരു ലൊക്കേഷൻ, ഒരു ഡെസ്റ്റിനി ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ, അബ്രഹാമിനോട് പറഞ്ഞെന്താ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. ഏതാ ദേശം എന്ന് പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവജനം ചിന്തിക്കണം, ആ വാക്ക് കേൾക്കുവാൻ അബ്രഹാം തയ്യാറായ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം അതേ വാക്ക് നിന്റെ ചെവിയിൽ കേട്ടാൽ നീ അത് അനുസരിക്കുമോ? ഞാൻ ഈ വാക്യം ധ്യാനിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയുമോ? കഴിഞ്ഞ വർഷം നമ്മുടെ ആനിവേഴ്സറിക്ക് സഹോദരന്മാർ ചെയ്ത സ്കിറ്റാണ് അത്. അന്ന് മോഡേൺ അബ്രഹാമിനെയും ഓൾഡ് അബ്രഹാമിനെയും പറ്റി ഒരു കമ്പാരിസൺ നടത്താനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഓൾഡ് അബ്രഹാം ദൈവം പറഞ്ഞതനുസരിക്കാൻ തയ്യാറായ അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെ തനിക്ക് യാഗം അർപ്പിക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ഹല്ലേലൂയ, മോഡേൺ അബ്രഹാം ചെയ്തത് എന്താണെന്നറിയാമോ? തനിക്ക് നൽകിയ BMW, തനിക്ക് ലഭിച്ച ഐഫോണും തന്റെ സൗകര്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം ഇതൊക്കെയും നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അബ്രഹാമിനെ യാഗം കഴിക്കാൻ വേണ്ടി താൻ ചിന്തിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു ചെറിയ സ്കിറ്റ് ആയിരുന്നെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുവാനുള്ള ഒരു കാര്യമാണത്. എന്തുകൊണ്ട്? അന്നത്തെ കാലത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ വിളിക്കുന്ന ദേശത്തിൽ, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് നീ യാത്രയാകാം. യാത്രയായ അബ്രഹാമിന് പല കഷ്ടതകൾ നേരിട്ടുവെങ്കിലും അബ്രഹാം പിറുപിറുത്തോ? ഇല്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നാം ആ വാക്യങ്ങൾ, അധ്യായങ്ങൾ, അതിന്റെ 15-ാം അധ്യായങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അബ്രഹാമിനെ വിളിച്ചത് മുതലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലെ നിർണായക ദിവസങ്ങൾ, അല്ലെങ്കിൽ നിർണായക സമയങ്ങൾ എന്താണെന്നറിയുമോ? മമ്രയുടെ തോപ്പിൽ ഇരിക്കുന്ന അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രത്യക്ഷപ്പെട്ട ദൈവം, ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമിനോട് പല കാര്യങ്ങൾ സംസാരിക്കാനിടയായി തീർന്നു. അവസാനം ദൈവദൂതന്മാർ ആ 3 പേർ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനിടയായി തീർന്നു. അടുത്ത വർഷം ഞാനിവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സാറയ്ക്ക് ഒരു മകൻ ലഭിക്കും. ചിന്തിക്കണമേ, അബ്രഹാമിന് വയസ്സ് 75. ഹല്ലേലൂയ. സാറയ്ക്ക് പ്രായം കൂടുതൽ. ഹല്ലേലൂയ. ആ മാനുഷിക രീതിയിൽ നോക്കിയാൽ തികച്ചും അസാധ്യം. എന്നാൽ അബ്രഹാം ഹല്ലേലൂയ സാറയെ കണ്ട് ചിരിച്ചു. ഹല്ലേലൂയ. അബ്രഹാം ഒന്നും പറഞ്ഞില്ല. എന്നാൽ നീണ്ട 25 വർഷം അബ്രഹാമിന് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം നൽകി, നിനക്ക് ഞാനൊരു മകനെ നൽകും. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്ത നിവർത്തീകരണത്തിനായി അബ്രഹാം കാത്തിരുന്നത്, അബ്രഹാം ചെലവാക്കിയത് നീണ്ട 25 വർഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ വിശ്വാസം. ഹല്ലേലൂയ. അതേ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായത് മുതൽ, അല്ലെങ്കിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചത് മുതൽ, ഹല്ലേലൂയ, ഇസഹാക്ക് ജനിച്ച സമയം വരെയുള്ള കാത്തിരിപ്പ്, ഹല്ലേലൂയ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നിർണായകമായിരുന്നു. അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. നാം ആണെങ്കിൽ എന്ത് ചെയ്തേനെ? ദൈവം എനിക്ക് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വർഷമായി, 2 വർഷമായി, 5 വർഷമായി, 10 വർഷമായി, എനിക്ക് കിട്ടിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? ചിന്തിച്ച് നോക്കണമേ. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നമുക്ക്, വിശ്വാസികൾ എന്ന് പേർ പറയുന്ന നമുക്ക്, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അണുപോലും ഇല്ല എങ്കിൽ നിന്റെ വിശ്വാസം വ്യർത്ഥമത്രേ. ചിന്തിക്കണം. അബ്രഹാമിനെ ദൈവം നൽകിയ വാഗ്ദത്തം അത് പ്രാപിപ്പാൻ തക്കണം അവൻ കാത്തിരുന്നത് 25 വർഷം. തന്റെ 100-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് ഇസഹാക്കിനെ നൽകുവാനിടയായി. അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം. 75 വയസ്സ് വരെ അബ്രഹാമിന് നിരാശ കാണും, അബ്രഹാമിന് പ്രയാസം കാണും, അബ്രഹാമിന് സങ്കടം കാണും. എനിക്കൊരു തലമുറയില്ലല്ലോ. എന്നാൽ 75-ാമത്തെ വയസ്സ് മുതൽ 100-ാമത്തെ വയസ്സ് വരെയുള്ള അബ്രഹാമിന്റെ ആ ഒരു 25 വർഷം എന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. കാത്തിരിപ്പിനൊടുവിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വീണ് കിട്ടിയ എന്താണെന്നറിയാമോ? സന്തോഷം. അതെ, എനിക്കൊരു തലമുറയെ ലഭിച്ചു, എനിക്കൊരു മകനെ ലഭിച്ചു. അങ്ങനെ മകനെ ലഭിച്ച, തലമുറയെ ലഭിച്ച അബ്രഹാമും സാറയും സന്തോഷിച്ചു.
എന്നാൽ കേൾക്കണമോ, 8ാമത്തെ വർഷമായപ്പോൾ ഹല്ലേലൂയ ആ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ഹല്ലേലൂയ ഒരു സൗണ്ട് കേൾക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആയിത്തുള്ളൂ. എന്താണെന്നറിയാമോ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. അത് ഇന്നത്തെ കാലത്തൂടെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ദൈവം പറഞ്ഞു, അതെ നീ എന്നെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു, നിനക്ക് ഞാൻ ഒരു 2 നില മാളിക അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ്, ഒരു BMW കാറ്, നിനക്ക് ആവശ്യത്തിൽ പോയി പണം തരാം എന്ന് പറഞ്ഞു. നമ്മുടെ കൈകളിൽ തന്നു എന്നിരിക്കട്ടെ, നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം ആ സുഖത്തിൽ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ദൈവം പറയുക, ഇല്ല ഞാൻ ഇത് എടുക്കുക, നീ പഴയതുപോലെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കും? എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കും? ഹല്ലേലൂയ. അവിടെ അബ്രഹാമിന്റെ വിശ്വാസം തകർന്നില്ല, അവന് അവിടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. അതിന് മുമ്പിലുള്ള കാര്യങ്ങളോ ഹിസ്റ്ററിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം നൽകി, ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അബ്രഹാമിന് ദൈവം അവിടെ ഒരു വാഗ്ദത്തം നൽകിയെങ്കിൽ, പിന്നീട് തുടർന്ന് 22ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ മകനെ യാഗം കഴിക്കുക. 8ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ യാഗം കഴിക്കുവാൻ ഹല്ലേലൂയ മരണപ്പെടുമെന്ന് ഇസഹാക്ക് മരണപ്പെടുമെന്ന് അബ്രഹാമിന് തോന്നിയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യഹോവയുടെ വാഗ്ദത്തം എവിടെ? ആ അബ്രഹാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവം വാഗ്ദത്തം നൽകിയെങ്കിൽ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. അതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ വായിച്ചത്. അവൻ മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിക്കാൻ, അവൻ എന്റെ മകനായി ഇസ്ഹാക്ക്, അവനെ ഞാൻ യാഗം കഴിച്ചാൽ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവജനമേ, നാം ഒരു കാര്യം ചിന്തിക്കണം. എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഹല്ലേലൂയ തന്റെ ഏകജാതനായ മകൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം മോറിയ മലയിലേക്ക് അവർ യാത്ര തിരിക്കുക. സാറായോട് പോലും പറഞ്ഞിട്ടില്ല അവനെ യാഗം കഴിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. നീന്റെ 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച വാഗ്ദത്ത സന്തതി അവനെ ചില നിമിഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെടാൻ പോവുക. അബ്രഹാമിന്റെ ഉള്ളു കലങ്ങിയില്ല. അവന്റെ അവസാന നിമിഷം വരെയും അവൻ ചെയ്തതെന്താ? അവിടെ മോറിയ മലയിലെത്തി യാഗവസ്തു അല്ലെ യാഗപീഠം തയ്യാറാക്കി യാഗവസ്തുവായി അവനെ ആ യാഗപീഠത്തിന്മേൽ കയറ്റി. ഹല്ലേലൂയ. അടുത്ത ഒരു പദം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അവനെ വെട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ അവനെ കത്തി അവനെ ഓങ്ങുവാൻ തീർന്നു. അവസാന നിമിഷം ആ പീക്ക് ടൈമിൽ അതിന് ദൈവത്തിന് അറിയാം, ഇനി ഒരു സെക്കൻഡ് കൂടെ വൈകിയാൽ അവന്റെ മേൽ കത്തി വീഴും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ പലപ്പോഴും ദൈവം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളിലും ഹല്ലേലൂയ നാം പിറുപിറുക്കുമോ നോക്കിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ നാം പിറുപിറുക്കുന്നില്ല എങ്കിൽ, ആ പിറുപിറുക്കാതെ നാം ദൈവസേനയിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിന് മറ്റൊരു വിടുതൽ കാണുവാൻ എന്റെ ഏറ്റവും ഹല്ലേലൂയ. സ്വന്തം മകനാണ് ഓർക്കണം. യാഗപീഠത്തിൽ കിടക്കുന്നതാരാ? സ്വന്തം മകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകുന്ന വാഗ്ദത്തമാണ്. വാഗ്ദത്ത സന്തതി യാഗപീഠത്തിൽ കിടക്കുക. ചില മിനിറ്റുകൾ കഴിഞ്ഞാൽ അതെ അവനെ യാഗം അർപ്പിച്ചു. ഇന്നലെ വരെ ഈ കഴിഞ്ഞ 8 വർഷക്കാലം എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ ഒരു ഹല്ലേലൂയ സന്തോഷം, സമാധാനം ഇപ്പോൾ അവസാനിക്കാൻ പോകും. ഇല്ല ദൈവജനമേ, നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ സ്വതം അപ്പുറത്ത് ഒരു ആട്ടുകൊട്ടൻ ഹല്ലേലൂയ കൊമ്പുകൾ കാടുകൾക്കിടയിൽ കുഴുകി കിടപ്പുണ്ട്. നിനക്ക് വേണ്ടി മുന്നേ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്നത്തെ കാലം അറിഞ്ഞുകൊള്ളുക. അതിന്റെ അവസാന നിമിഷം വരെ യാഗപീഠത്തിൽ അവനെ കയറ്റി ഹല്ലേലൂയ യാഗപീഠത്തിൽ അവനെ കടത്തി കത്തിയോങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായി തീർന്നു. അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ശബ്ദം കേൾക്കുവാനായി തീരും? ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഓരോ ദൈവമക്കളും അതേ ദൈവ ശബ്ദം കേൾക്കുവാൻ എത്ര പേർ തയ്യാറാണ്? നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികൾ, മുമ്പോട്ട് സൊല്യൂഷനിൽ നിന്ന് നാം ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ മുൻപിടുക്കാതെ അതിന്റെ അവസാന നിമിഷം വരെ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ എത്ര പേർക്ക് സാധിക്കും? വിശ്വാസത്തിൽ അബ്രഹാം
ഹല്ലേലൂയ സ്തോത്രം. തന്റെ മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി മോര്യമലയിലേക്ക് ചെന്നു. മോര്യമലയിൽ യാഗം കഴിക്കുവാൻ തനിക്ക് നേരെ കത്തി നീട്ടി. എന്നാൽ ദൈവിക ശബ്ദം അവിടെ കേൾക്കുവാനിടയായിട്ട് വന്നു. അതാണ് യഥാർത്ഥ വിശ്വാസം. അബ്രഹാമിനെ അറിയാം, ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുൻപ് ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി. എന്താ? ഇസഹാക്കിൽ നിന്ന് ഉള്ളവരല്ലോ നിന്റെ പുത്രന്മാരെന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ 8 വയസ്സുള്ള എന്റെ മകൻ, എന്റെ ഹല്ലേലൂയ, ഇവിടെ ഞാൻ അവനെ യാഗം അർപ്പിച്ചാൽ, അവൻ ഇവിടെ മരിച്ചു വീണാൽ, അതെ, അവനെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വാസമുള്ള അബ്രഹാം ഹല്ലേലൂയ സ്വന്തം തന്റെ അവിശ്വാസമോ ഹല്ലേലൂയ തന്റെ മുമ്പിലുള്ള ഹല്ലേലൂയ പ്രതിസന്ധികളോ ഒന്നും നോക്കാൻ അവൻ എന്താ ചെയ്യുന്നറിയാമോ? ദൈവം പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കുവാൻ തയ്യാറായ ആ അബ്രഹാമിന്റെ നടുവിൽ ഹല്ലേലൂയ സ്വന്തം വിടുതലായി വിടപ്പെടുവാൻ ദൈവം ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വന്തം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്വന്തം ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്താ വിശ്വസിക്കേണ്ടത്? നാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ നാം ബൈബിളിൽ നിന്ന് കേട്ടു. ഇനി നാം എന്താ വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആദിമ മാതാപിതാക്കന്മാർ നിമിത്തം ഹല്ലേലൂയ ഏദൻ തോട്ടത്തിൽ, ഏദൻ പൂങ്കാവനത്തിൽ പാപത്തിന്റെ അധീനതയിലായി അകപ്പെട്ട മനുഷ്യവർഗത്തെ ഹല്ലേലൂയ സ്വന്തം തന്റെ ചുമലിലേറ്റ് ആ പാപത്തെ തന്റെ ചുമലിൽ വഹിച്ച് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി 3 ആണികളിൽ മേൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം എത്ര പേർക്കുണ്ട്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്റെ യേശുവിന്റെ രക്ഷകൻ, എന്റെ വിടുതൽ, എനിക്ക് എന്റെ രക്ഷകൻ എന്നൊക്കെ നാം പറയുമെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ ഒരു നിമിഷമെങ്കിലും അവിശ്വസിക്കുന്നതായി തോന്നുന്നു. അടുത്ത് ഹല്ലേലൂയ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം വരരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിശ്വാസം വന്നാൽ നാം രാവിലെ കേട്ടതുപോലെ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു നിമിഷം ആ പ്രതികൂലങ്ങൾ കണ്ട് ഹല്ലേലൂയ സ്വതം ഹല്ലേലൂയ ഒന്ന് ഭാരപ്പെട്ടപ്പോൾ, ഒന്ന് അവിശ്വസിച്ചപ്പോൾ അവൻ കടലിലേക്ക് താണു പോവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം ഹല്ലേലൂയ സ്വതം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വഴിയിൽ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവജനമേ നാം ഓർക്കുക, ഹല്ലേലൂയ, നാം വിശ്വസിക്കേണ്ടത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇനിയും നമ്മെ ചേർക്കുവാൻ, തന്റെ ജീവിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ വീണ്ടും വരും. ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല, നമുക്ക് അടുത്തൊരു വിശ്വാസം വേണം. എന്താണെന്നറിയാമോ? നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ രാവിലെ പാടിയത് ശോഭയുള്ള ഒരു നാടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കാണുന്നു, എന്റെ വിശ്വാസത്താൽ, എന്റെ വിശ്വാസക്കാരനാൽ ഞാനത് കാണുന്നു. ആ നാടിനെ പ്രാപിപ്പാൻ എത്ര പേർ തയ്യാറാണ്? കഴിഞ്ഞ 2 ദിവസം മുമ്പ് നാം അച്ഛനും കൂടി കേട്ടു. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ കർത്താവിന്റെ 2ാം വരവ് കഴിഞ്ഞ് ഹല്ലേലൂയ വിശുദ്ധന്മാരെ ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു 7 വർഷക്കാലം ഇവിടെയുള്ള ഒരു വാസം. ഹല്ലേലൂയ. അത് നമുക്ക് ആ ഒരു വാസത്തിൽ നാം അകപ്പെടരുത്. കാരണം കർത്താവിന്റെ 2ാം വരവിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നാം, വിശ്വാസികളെന്ന് പറയപ്പെടുന്ന നാം, ഹല്ലേലൂയ സ്വന്തം ക്രിസ്തുവിന്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാം അവരുടെ പോയേ പറ്റുള്ളൂ. ആ 7 വർഷം ഈ ഭൂമിയിൽ നാം ജീവിക്കുവാൻ ഒരു കാരണവശാലും ഇടയാകരുത്. ദൈവജനമേ, ആകാശത്തിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ, ആ തന്റെ കാന്തിയാണ് സഭയെ ചേർക്കുമ്പോൾ, ആ സഭയോടുകൂടി, ആ കർത്താവിനോടുകൂടി നാം ഉണ്ടായിരിക്കണം. നാം വേഗം ചേർന്നിടും. ഹല്ലേലൂയ. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്തെ അർത്ഥവത്തായ വരികളാ. ഹല്ലേലൂയ. ഈ നാടിനെ നാം ഇവിടെ പ്രവാസികളാ. ഹല്ലേലൂയ. പ്രവാസികൾ എന്ന് പറയുന്നത് തന്റെ സ്വന്തം ദേശം വിട്ട്, അല്ലെങ്കിൽ കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയോ വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി നിൽക്കുന്നവരല്ല. നാം നമ്മുടെ നാട്ടിൽ നിന്നാണ് നാം പ്രവാസികളാ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല. നമുക്ക് അക്കരെ ഒരു നാടുണ്ട്. ആ അക്കരെ നാടിനെ പ്രാപിപ്പാൻ നാം ഹല്ലേലൂയ തയ്യാറുള്ളവരാകണം. അതിന് നാം ഒഴുക്കമുള്ളവരായിരിക്കണം. കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ അതിന് നാം വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം. വിശ്വസിക്കുകയും സ്നാനം നൽകുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. സ്നാനത്തിന്റെ ഹല്ലേലൂയ സ്വതം ഒരു പൂർണ്ണരൂപം, അല്ലെങ്കിൽ സ്നാനത്തിന്റെ ഒരു മാതൃക, അല്ലെങ്കിൽ ഒരു മോഡൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവനോടുകൂടെ ഞാൻ ജീവിക്കുന്നു. അതേ വിശ്വാസത്താൽ, അതേ സ്നാനം നാം ഏറ്റവരാണ്. ആ സ്നാനപ്പെടുന്നവരായ നാം നമ്മുടെ ഹല്ലേലൂയ തുടർന്നുള്ള നാളുകളിൽ, തുടർന്നുള്ള ജീവിതത്തിൽ നാം വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഹല്ലേലൂയ ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്റെ കൂടെ ഇല്ലേ, ദൈവം
എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ, എന്റെ ദൈവം ഇനി വരുമോ എന്ന് പോലും നാം ചിന്തിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്യമുണ്ട്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്ന് പകൽക്കാലം ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എനിക്ക് വേണ്ടി അടക്കപ്പെട്ടുവെന്നും എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്നും ഇനി എന്നെ ചേർക്കുവാൻ ഈ മധ്യാകാശത്തിൽ വെളിപ്പെടുമെന്നും ഉത്തമ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നാളുകളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നാം കേൾക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് വരുമെന്നുള്ളത്. എന്നാൽ ഇന്ന് വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംശയത്തിന്റെ നിഴൽ നേരിടാം. കർത്താവ് വരുമോ? ഒരു പ്രാവശ്യം നാം പറഞ്ഞിട്ടില്ലേ കർത്താവ് വരുമോ? തീർച്ചയായും വരും. കഴിഞ്ഞ വ്യാഴാഴ്ച നാം കേട്ട അപ്പച്ചനെ കൂടെ സന്ധ്യകാല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. ഇതൊക്കെയും കാണുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് അടുത്തു എന്ന് നാം അറിഞ്ഞു കൊള്ളുക. ഇനി അധികം താമസമില്ല ദൈവജനം, ഇനി അധികം താമസമില്ല. കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുന്നവരായിരിക്കണം. എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം, അത് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുന്നവരായിരിക്കണം. ആ അബ്രഹാമിനെ നോക്കി, ആ പത്രോസിനെ നോക്കി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദാനിയേലിനെ, എബ്രായ ബാലന്മാരെ നോക്കി നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കണം. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതികൂലങ്ങളിലും സ്വന്തം മകൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴും അബ്രഹാം കുലുങ്ങാതെ നിന്നുവെങ്കിൽ പിൽക്കാലത്ത് അവൻ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടുവെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം എഴുതിയപ്പോൾ അതിലെ 17 മുതലുള്ള വാക്യങ്ങൾ തന്റെ മകനെ യാഗം അർപ്പിക്കുവാൻ പോയെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ അവൻ തന്റെ മകനെ യാഗം അർപ്പിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായി തീരണം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയണം, അതെ അവൻ യഥാർത്ഥ വിശ്വാസിയാണ്. ഹല്ലേലൂയ, അവൻ യഥാർത്ഥ വിശ്വാസിയാണ്. ആ വിശ്വാസത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വിശ്വാസ ജീവിതം നാം കഷ്ടതയോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ നയിക്കുമ്പോൾ സ്വതം അവസാന നാളിൽ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെട്ടില്ല എങ്കിൽ നാം ഈ ജീവിക്കുന്നതും നാം ഈ കാണിക്കുന്നതും നാം ഈ ചെയ്യുന്നതും എല്ലാം വ്യർത്ഥമാണ്. നാം ഒരു കാര്യങ്ങളെ ഞാൻ പറഞ്ഞോട്ടെ, നാം മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മുടെ പലവിധമായ സന്തോഷങ്ങളും വെടിഞ്ഞവരാണ്. ലോകമോഹ ഇമ്പങ്ങളിൽ നാം കടന്നു പോകാത്തവരാണ്. നമ്മുടെ പലതും നാം ത്യജിച്ചവരാണ്. പലതും നാം റെസ്ട്രിക്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നാം അത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ, നാം അത്രത്തോളം സൂക്ഷിച്ച് നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ, എന്നാൽ കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെട്ടില്ല എങ്കിൽ, ആ ഭംഗിയേറിയ തീരത്ത് നാം ചെല്ലപ്പെട്ടില്ല എങ്കിൽ, കർത്താവിന്റെ വരവിൽ കർത്താവിനോട് നാം മധ്യാകാശത്തിൽ പോയില്ല എങ്കിൽ, ഈ ജീവിക്കുന്ന കഷ്ടത കൊണ്ടും ഈ ജീവിക്കുന്ന വേർപാട് കൊണ്ടും എന്താ പ്രയോജനം? നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട്, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ അവിശ്വാസത്തിന് ഒരു കണിക പോലും ഉണ്ടാകുവാൻ പാടില്ല. കർത്താവേ, ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ, ഒരൊറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. അതെ, നിന്റെ വരവിൽ എനിക്ക് എടുക്കപ്പെടണം, നിന്റെ വരവിൽ നിന്നോടുകൂടി എനിക്ക് ആയിത്തീരണം എന്നുള്ള ഒരു പ്രത്യാശയോടെ, ആ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.